1924 ക്ഷയരോഗം ബാധിച്ച് തന്റെ 41-ാമത്തെ വയസ്സിൽ അറിയപ്പെടാത്ത ഒരു എഴുത്തുകാരൻ മരണപ്പെടുന്നു. മരണക്കിടക്കയിൽ വെച്ച് അദ്ദേഹം ഒരേയൊരു സുഹൃത്തായ മാക്സ് ബ്രോഡിനോട് താൻ മരിച്ചാൽ പ്രസിദ്ധീകരിക്കാൻ കഴിയാതെ പോയ തന്റെ ഏതാനും കയ്യെഴുത്തുകൃതികൾ കത്തിച്ചു കളയണമെന്ന് നിർദ്ദേശിക്കുന്നു. എന്നാൽ ആ സുഹൃത്ത് അത് ചെയ്തില്ല. അപൂർണമായി കോറിയിട്ട ആ മാനുസ്ക്രിപ്റ്റ് വൃത്തിയിലും വെടിപ്പിലും എഡിറ്റ് ചെയ്ത് അയാൾ പ്രസിദ്ധീകരിക്കുന്നു. ആ കൃതികൾ പിന്നീട് 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹത്തരമായ തത്വചിന്താപരമായ മൗലികത അവകാശപ്പെടാൻ കഴിയുന്ന കൃതിയായി ആഘോഷിക്കപ്പെട്ടു. തന്റെ ഡ്രോവറിനുള്ളിൽ ലക്ഷ്യമായി കിടന്ന പേപ്പറുകളിൽ സമീപകാലത്തെ ക്ലാസിക്കുകളാണ് താൻ എഴുതിക്കൂട്ടിയിരിക്കുന്നത് എന്നറിയാതെ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ താല്പര്യമില്ലാതെയോ ധൈര്യപ്പെടാതെയോ മരണപ്പെട്ടുപോയ ആ സാഹിത്യകാരന്റെ പേരാണ് ഫ്രാൻസ് കാഫ്ക. സമീപകാല ചരിത്രത്തിലെ ഏറ്റവും മികച്ച സാഹിത്യകാരന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന വ്യക്തിത്വമാണ് ഇന്ന് ഫ്രാൻസ് കാഫ്ക. ഇരുണ്ടതും ക്രമരഹിതവും സർറിയലുമായ രചനാ ശൈലി കൊണ്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ രചനകളുടെ പശ്ചാത്തലത്തിൽ കാഫ്കൈസ്ക് എന്ന ഒരു പ്രയോഗം തന്നെ ഉടലെടുത്തിട്ടുണ്ട്. കാഫ്കൈസ്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അനുഭവം ആധുനിക കാലത്തെ ഏതൊരു മനുഷ്യനും അനുഭവിക്കുന്ന ഒന്നാവണം. ഒരു വലിയ ബ്യൂറോക്രാറ്റിക് അല്ലെങ്കിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ ദുർബലമായ വിധത്തിൽ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോകുന്ന അവസ്ഥയെ അംഗീകരിച്ചിട്ടുണ്ടോ? അതാണ് കാഫ്കൈസ്ക്. ഒരു വ്യക്തിക്ക് പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയാത്ത വിധം സങ്കീർണമായ, വ്യക്തതയില്ലാത്ത, മുഖമില്ലാത്ത പ്രവർത്തന രീതികളോടുകൂടിയ, ആരെയും വകവയ്ക്കാത്ത ആധുനികമായ സിസ്റ്റം. ആ സിസ്റ്റത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചല്ല, അതിന് വിധേയമാക്കപ്പെടുന്ന വ്യക്തികളുടെ പ്രതികരണങ്ങളെക്കുറിച്ചാണ് കാഫ്ക എഴുതിയത്. ഉദാഹരണത്തിന് ട്രയൽ എന്ന അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവലിന്റെ കാര്യം എടുക്കുക. അതിൽ നായകനായ കെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. എന്തിനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എന്നത് പോലീസ് ഓഫീസർമാർ ഒരിക്കൽ പോലും അദ്ദേഹത്തോട് വിശദീകരിക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം ദൈർഘ്യമേറിയ അസംബന്ധപൂർണമായ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്നു. വിചാരണയാവട്ടെ അഴിമതി കൊണ്ടും ഉദ്ദേശരാഹിത്യം കൊണ്ടും സമ്പൂർണമായ ഒരു പ്രഹസനമാണ്. ഒടുവിൽ കെ കുറ്റക്കാരൻ എന്ന് വിധിക്കപ്പെടുന്നു. എന്ത് തെറ്റാണ് ചെയ്തത് എന്നതിനെക്കുറിച്ച് ഒരു വിധത്തിലുള്ള ധാരണയും ഇല്ലാതിരിക്കെ തന്നെ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. മെറ്റാമോർഫോസിസ് എന്ന അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയിൽ നായകൻ രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ താൻ മെത്തയിൽ ഒരു ചെറു പ്രാണിയായി മാറിത്തീർന്നിരിക്കുന്നു എന്ന് കാണുകയാണ്. ആ ഭീതിതമായ സാഹചര്യം അയാൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നതാണ് കഥ. എങ്ങനെയാണ് താൻ ജോലിക്ക് പോവുക, ബോസിനെ കാണുക, ഡീൽ ചെയ്യുക, കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കുക, ഇതൊക്കെയാണ് അയാളെ അലട്ടുന്നത്. എന്നാൽ യാതൊരു വിശദീകരണവും കൂടാതെ താനൊരു പ്രാണിയായി തീർന്നിരിക്കുന്നു എന്ന അപ്സെറ്റ് സിറ്റുവേഷൻ മാത്രമാണ് ഭീകരമായ യാഥാർത്ഥ്യമായി അയാൾക്ക് മുന്നിലുള്ളത്. അയാളുടേത് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. കാഫ്കയുടെ കഥാപരിസരങ്ങൾ ഏറെയും ഇങ്ങനെയൊക്കെയാണ്. അസംബന്ധപൂർണമായ അപ്സഡായ സിറ്റുവേഷൻസിനെ നേരിടേണ്ടി വരുന്ന നായകന്മാർ. അതിനെ മറികടക്കാനുള്ള വഴികളൊന്നും അവർക്ക് മുന്നിൽ ഇല്ല. എങ്കിലും അവർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പരിശ്രമിക്കും. ആ പരിശ്രമങ്ങൾ, തങ്ങളുടെ അവസ്ഥയെ മനസ്സിലാക്കാനുള്ള അവരുടെ റീസണിങ് എല്ലാം പക്ഷേ വികാരശൂന്യമായ തടസ്സങ്ങളിൽ തട്ടി നിരർത്ഥകമായ വിധം ഉടഞ്ഞു പോവുക മാത്രമാണ്. ഈയൊരു ഭീകരമായ എക്സിസ്റ്റൻഷ്യൽ സിറ്റുവേഷൻ, അതിൻ്റെ ഭീതി, കുറ്റബോധം, അസംബന്ധകരമായ അവസ്ഥ, ക്ലേശം, ഇതൊക്കെയാണ് കാഫ്കയുടെ കൃതികളുടെ പ്രമേയം. ആധുനിക ജീവിതത്തിന്റെ അസംബന്ധപൂർണമായ മനുഷ്യാവസ്ഥയെക്കുറിച്ച തന്റെ നിരീക്ഷണങ്ങളാണ് കാഫ്ക ഈ ഭീതിതമായ സാഹചര്യങ്ങളിലൂടെ പ്രതീകവൽക്കരിക്കുന്നത് എന്ന് വിലയിരുത്തപ്പെടുന്നു. അദ്ദേഹത്തിന്റെ എഴുത്ത് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അറിയുന്നത് സഹായകമാണ്. 1883 ഹെർമന്റെയും ജൂലിയയുടെയും മകനായി പ്രാഗിലാണ് കാഫ്ക ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് ഹെർമൻ വിജയശ്രീലാളിതനായ ഒരു ബിസിനസ്സുകാരനായിരുന്നു. തന്റെ ഇച്ഛാശക്തി കൊണ്ട് തൊഴിലാളി വർഗത്തിൽ നിന്ന് ഉയർന്നു വന്ന് വിജയകരമായ ഒരു ബിസിനസ് കെട്ടിപ്പടുക്കാനും നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാനും കഴിഞ്ഞ ഹെർമൻ താൻ പുതിയതായി നേടിയെടുത്ത മധ്യവർഗ മൂല്യങ്ങളെ സാക്ഷാത്കരിക്കുന്ന ഒരു മകനെയാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ കാഫ്ക അതിന് നേർ വിപരീതമായിരുന്നു. ബലഹീനനും ഉത്കണ്ഠാകുലനും രോഗിയുമായ കുട്ടിയായിരുന്നു ഫ്രാൻസ് കാഫ്ക. ജീവിതകാലം മുഴുവൻ അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്തു. അക്കാരണം കൊണ്ട് തന്നെ പിതാവിന്റെ നിരാശയ്ക്ക് അദ്ദേഹം വീണ്ടും വീണ്ടും പാത്രമായി. പിതാവിന്റെ സൈക്കോളജിക്കൽ പഞ്ചിങ് ബാഗായി. തന്റെ ഉത്കണ്ഠങ്ങളെ പരിഹരിക്കാനുള്ള ഒരു മാർഗമായി എഴുത്തിനെ സ്വീകരിക്കാൻ കാഫ്ക തുനിഞ്ഞുവെങ്കിലും പിതാവ് അതിന് അദ്ദേഹത്തെ അനുവദിച്ചില്ല. പിതാവിന്റെ നിർബന്ധത്തിൽ അദ്ദേഹം നിയമം പഠിക്കുകയും ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ക്ലാർക്കായി ജോലി തേടുകയും ചെയ്തു. മരണം വരെ ആ ജോലിയിൽ തുടർന്ന കാഫ്ക തന്റെ ജോലിയുടെ ഇടവേളകളിൽ കുത്തിക്കുറച്ചാണ് മരണാനന്തരം പ്രസിദ്ധീകരിക്കപ്പെട്ട കൃതികൾ. നിയമപഠനത്തിൽ വെച്ച് കണ്ടുമുട്ടിയ ഒരേയൊരു സുഹൃത്ത് മാക്സ് ബോർഡാണ് പിന്നീട് അത് പ്രസിദ്ധീകരിച്ചത്. താൻ എഴുതിയത് എന്തെങ്കിലും വിധത്തിൽ കാമ്പുള്ള ഒന്നാണ് എന്ന് കാഫ്ക വിശ്വസിച്ചിരുന്നില്ല. അതാണല്ലോ അത് നശിപ്പിച്ചു കളയാൻ അദ്ദേഹം ആവശ്യപ്പെട്ടത്.
എന്നാൽ പിന്നീട് സംഭവിച്ചത് ചരിത്രമാണ്. കാഫ്കയുടെ കൃതികൾ സാഹിത്യത്തിലും തത്വചിന്തയിലും ആഘോഷിക്കപ്പെട്ടു. കാഫ്കയിസ്ക് അനുഭവങ്ങളുടെ കാര്യത്തിൽ തങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് ലോകമെമ്പാടുമുള്ള വായനക്കാരെ സ്വാന്തനപ്പെടുത്തുന്ന വിധം തെറ്റിപ്പെടുത്തുന്ന രചനകളായി അത് മാറി. കാഫ്കയുടെ കഥ ഒട്ടും തന്നെ അസാധാരണമല്ല. കഠിനഹൃദയനായ പിതാവ്, നിരാശാജനകമായ ജീവിതം, ഒരു കഠിനമായ ചുറ്റുപാടിൽ ജനിക്കുക, ജീവിക്കുക, സ്വന്തം പൊട്ടൻഷ്യൽ എത്തിപ്പിടിക്കാൻ കഴിയാതെ മരിക്കുക, ജീവിതകാലം മുഴുവൻ ഒരു ബ്യൂറോക്രാറ്റിക് യന്ത്രത്തിനുള്ളിൽ രക്ഷപ്പെടാനാവാത്ത വിധം അതിൻ്റെ സ്ക്രൂ പോലെ ഞെരിഞ്ഞമർന്ന് നിസ്സഹായനായി കഴിയുക, ആ എക്സിസ്റ്റൻസിന്റെ വേദനയും ഉത്കണ്ഠയും കാരണമില്ലാതെ അനുഭവിക്കുക. ഇത്തരം കാഫ്കയിസ്കായ അനുഭവങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും പലപ്പോഴായി നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. അതായത് എന്തെങ്കിലും അസാധാരണമായ യുണീക്കായ ഒന്നിന്റെ ആഴം കാണിച്ചു തന്നതുകൊണ്ടല്ല, മുഷിപ്പിക്കുന്ന നിത്യസാധാരണമായ ജീവിതത്തിന്റെ ആഴം വരച്ചു കാണിക്കുക വഴിയാണ് കാഫ്കയുടെ കൃതികൾ മഹത്തരമായത്.